നിലമ്പൂരിൽ വയോധികയെ അയൽവാസി മർദ്ദിച്ച സംഭവത്തിൽ വയോധികയായ ഇന്ദ്രാണി ടീച്ചർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത്. നിലമ്പൂർ CI സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് ഇവർ ഈ ആവശ്യം ഉന്നയിച്ചത്. നിലമ്പൂർ CH നഗറിലെ ഇന്ദ്രാണി ടീച്ചറെയാണ് അയൽവാസിയായ ഷാജി മർദ്ദിച്ചത്. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് ഷാജിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ, നിലമ്പൂർ ആയിഷ, നിലമ്പൂർ അഫ്സത്ത്, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ ദീപ ഗോപിനാഥൻ, സുനന്ദ ഹരിദാസ്, രഞ്ജിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് CIയുമായി ചർച്ച നടത്തിയത്. പോലീസ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും നിലവിൽ മകൻ സത്യൻ നോക്കാൻ ഏൽപ്പിച്ച അയൽവാസിയായ ഷാജി വയോധികയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചതിൽ കേസെടുത്തിട്ടുണ്ടെന്നും നിലമ്പൂർ CI സുനിൽ പുളിക്കൽ അറിയിച്ചു. അമ്മയെ നോക്കാൻ ഒരു സ്ത്രീയെ ജോലിക്ക് വെക്കാമെന്ന് മകൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഉപദ്രവവും ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ലെന്ന് ഷാജിയും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജാഗ്രതാ സമിതിയുടെ ശ്രദ്ധ ഉണ്ടാവണമെന്നും CI പറഞ്ഞു. 15 ദിവസത്തിനകം നിരീക്ഷിക്കാമെന്നും വയോധിക സുരക്ഷിതയല്ലെന്ന് കണ്ടാൽ സുരക്ഷിതമായ മറ്റു കേന്ദ്രങ്ങളിലേക്ക് നീക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും CI ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ഇന്ദ്രാണി ടീച്ചർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ നമ്മുടെ നിലമ്പൂരിൻ്റെ കലാകാരിയായ ഇന്ദ്രാണി ടീച്ചർക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിലമ്പൂരിൻ്റെ ആയിഷാത്ത, അഫ്സത്ത് അടക്കമുള്ള ആളുകൾ ഇവിടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മുടെ SHOയോട് ചോദിച്ച് അന്വേഷിക്കുകയും ചെയ്തു. എന്താണ് അടുത്ത നടപടി എടുക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പ് പോലീസ് തന്നിട്ടുണ്ട്. അവരെ നോക്കാൻ ഒരാളേനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, അതായത് നല്ലൊരു സാഹചര്യം ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അവരെ നോക്കാനൊരു സ്ത്രീനെ ഏൽപ്പിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഗ്രതാ സമിതി പോലുള്ള, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടും പോലീസും ഒപ്പം അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഇന്ദ്രാണി ടീച്ചറെ അടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട്. ടീച്ചറെ ചികിത്സ കഴിഞ്ഞ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവും. അവർക്ക് അവരുടെ മകൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ടീച്ചറെ തള്ളിവിടാൻ, പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ച് വയോജന സൗഹൃദ നഗരസഭയാണ്. ഈ വയോജന സൗഹൃദ നഗരസഭയിൽ ഇത്തരം പരിപാടികൾ ആയിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.